ഇക്ക ആ, ഒരു പെണ്ണിന്റെ ശത്രു ഉണ്ടല്ലോ, ആ. അതെപ്പോഴും ആരായിരിക്കും അറിയിക്കൊക്കെ? എന്തായാലും പുരുഷന്മാരല്ല. സത്യമാണ്, ഒരു പെണ്ണിന്റെ ശത്രു എപ്പോഴും ഒരു പെണ്ണ് തന്നെ ആയിരിക്കും അല്ലേ? അതെ. അത് ചിലപ്പം അമ്മായിമ്മക്കും മരുമകളോ, മരുമകൾക്ക് നേരെ മറിച്ച് അമ്മായിമ്മയോ, അതല്ലെങ്കിൽ ഭർത്താവിന്റെ പെങ്ങന്മാര് അല്ലെ, നാത്തുമാരോ, ഇനി അതെ. ഭർത്താവിന്റെ പെങ്ങന്മാർക്കാണെങ്കിൽ നേരെ മറിച്ച് ആങ്ങളുടെ ഭാര്യയോ, അല്ലെങ്കിൽ ഏട്ടന്റെയോ അനിയന്റെയോ ഒക്കെ എന്താ പറയാ ഭാര്യമാരോ. അത് മാത്രല്ല, നിന്റെ അനിയത്തി ഏട്ടത്തി ഒക്കെ ആവാം. അടുത്ത് ഇതൊന്നും കൂടാഞ്ഞുണ്ടല്ലോ, ആ, നമ്മുടെ തൊട്ട അയൽവക്കത്തുള്ള സ്ത്രീകളോ, ആ. ഇതൊന്നും പോരാഞ്ഞ് ഭർത്താവ് ജോലി സ്ഥലത്ത് പോകുമ്പോ അവിടെ കിട്ടുന്ന കാമുകിമാരോ, ഇതൊക്കെ തന്നെയാവാം അല്ലെ? ആ. ഏതായാലും ഒരാണിനെക്കാളും കൂടുതൽ കുശുമ്പും കുഞ്ഞായ്മയൊക്കെ കൂടുതലുള്ളത് ഞങ്ങള് പെണ്ണുങ്ങൾക്ക് തന്നെയാണ് കേട്ടോ. ഞാൻ സമ്മതിച്ചു തരുന്നുണ്ട്, ഞാൻ അത് വെച്ചൊന്നും പറയരുത് ഞങ്ങളെ. ഞങ്ങളോട് ആരെയും ചോദിക്കുകയാണ് നിങ്ങളെ ശത്രു ആരാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല ഒരു പുരുഷനെന്ന് പറയുന്നില്ലല്ലോ. അതങ്ങനെയുണ്ട്, എന്നാലും പക്ഷെ അങ്ങനെ നമ്മള് നിങ്ങളെപ്പോലെ അത്ര ഇതില് അത്ര ചിന്തിക്കുന്ന ഉണ്ടാവില്ല അല്ലെ, ആൾക്കാരല്ല. അത്ര എന്തായാലും ഉണ്ടാവില്ല. ആ, കാരണം ഒരു ഉമ്മ മകനെ അതുവരെ നോക്കി വളർത്തി ആ മകന് ഒരു മകള് വരുമ്പം അവള് തട്ടിയെടുക്കരുത് എന്നുള്ള രീതിയിൽ മകളല്ല മരുമകള്. മരുമകള് വരുന്ന സമയത്ത് അതിനെ മകനെ തട്ടിയെടുക്കോ എന്നുള്ള ഒരു പരിഭ്രാന്തി കാരണം ഉം, അമ്മായിമ്മ കാട്ടിക്കൂട്ടുന്ന പല കാര്യങ്ങളും മരുമകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഉം, എന്നാൽ അതെ. നേരെ മറിച്ചൊരു പെണ്ണ് അവളുടെ വീട്ടിൽ നിന്ന് അവളുടെ വീടും കണ്ടവരും കേട്ടവരും അറിഞ്ഞവരും ഉമ്മ ബാപ്പ സഹോദരങ്ങളെല്ലാം മാറ്റിവെച്ച് അപ്പൊ കണ്ട ഒരാളുടെ വീട്ടിലേക്ക് വന്നു കയറുമ്പോൾ ആ വീട് അവളുടെ കൂടെ വീടാണെന്ന് അവൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറ്റി മറിക്കുന്ന അമ്മായിമ്മമാരും ഉണ്ട്. പക്ഷെ അത് നിങ്ങൾ വേറെ ഒന്നുണ്ട്, നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളും ചിന്തിക്കാൻ പഠിക്കണം. അപ്പോൾ നിങ്ങൾ ഒരു ഒറ്റ നിമിഷത്തിൽ നിങ്ങൾ വന്നിട്ട് പിന്നെ കയറി വന്നിട്ട് പിന്നെ സ്വന്തം ഭർത്താവ് എന്റെ കൂടെ തന്നെ നിൽക്കണം, അല്ല, അങ്ങനെ അങ്ങനെ പറയുന്നത് തെറ്റാണ് കേട്ടോ. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അങ്ങനെ പറയുന്നതിനോട് യോജിക്കുന്നില്ല. ഉം. ഇനി നല്ലോണം അമ്മായിമ്മയും മരുമകളും നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ ഇടയിൽ കയറാനോ ആരുണ്ടാവും? ഇടക്ക് നാത്തുമാര് ഒരു ദിവസത്തിനും 2 ദിവസത്തിനും നിക്കാൻ അത് വരും. അതുകൊണ്ട് പണ്ട് ചൊല്ലുണ്ട്, എന്താ അറിയോ, രണ്ട് തല തമ്മിൽ വെക്കും, പിന്നെ മറ്റേത് വെക്കൂല. അത് ഞാൻ പറയുന്നില്ല, എന്താണെന്നല്ലേ പറയുന്നില്ല. മനസ്സിലായില്ലേ? എന്തായാലും നാത്തുമാര് വരും. എന്നാൽ നാത്തുമാര് വരുമ്പോൾ ഈ വന്ന ആങ്ങളുടെ ഭാര്യമാര് ചില സമയത്ത് അവരെ നല്ല രീതിയിൽ പരിഗണിക്കൂല. ഇനി നല്ല രീതിയിൽ പരിഗണിച്ചാലും ഉമ്മയുടെ അടുത്ത് പോയിട്ട് എന്താ പറയാ കുറ്റം പറയുന്ന നാത്തുമാരുണ്ട്. 2 സൈഡിലും ഞാൻ കുറ്റം പറയുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെയുള്ള ആങ്ങളുടെ ഭാര്യക്ക് നേരെ അവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാലും അവിടെ ഉണ്ടാവും നാത്തുമാര്. അതെ. ഇതേ പ്രശ്നങ്ങളൊക്കെ തന്നെയായിരിക്കും അവിടെ പോയാൽ അവരും ചെയ്തു കൂട്ടുന്നത് അല്ലെ? അപ്പൊ ഇതൊക്കെ ഒഴിവാക്കാൻ എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടോ? പെണ്ണുങ്ങൾ തന്നെ തുനിയണം. കാരണം ഒരു കുടുംബം കുടുംബമാക്കി നിർത്തണമെങ്കിൽ അവിടെ ആ ഉമ്മയിൽ നിന്നും തുടങ്ങണം അല്ലേക്ക? നല്ലൊരു ഉമ്മയാണെങ്കിൽ ആ കുടുംബം ദൃഢതയുള്ളതായിരിക്കും, ഐക്യത്തിൽ കൂട്ടി പിടിക്കുന്ന ഒരു ഉമ്മ തന്നെ ആവണം അവിടെ അല്ലെ? പക്ഷെ വന്ന് കയറുന്ന പെണ്ണ് ശരിയല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ കാര്യം നോക്കേണ്ടത് ഭർത്താവാണ്. ഉമ്മ നല്ലതാണെന്നുള്ള 100% ഉറപ്പുള്ള ഒരു ഭർത്താവാണ് എന്നുണ്ടെങ്കിൽ ഭാര്യയെ നിലക്ക് നിർത്തേണ്ടത് ഭർത്താവിന്റെ കടമയാണ്. ഏറ്റവും നല്ല റോൾ ഇവിടെ നിർവഹിക്കേണ്ട ആള് നമ്മുടെ ഭർത്താക്കന്മാർ തന്നെയാണ്. അവർക്കാണ് ഒരു അവാർഡ് തന്നെ കൊടുക്കേണ്ടത്. അതാണ്, അതായത് രണ്ട് കൂട്ടരുടെ ഇടയിൽ നിൽക്കുന്ന പെട്ടുപോകുന്നത് നമ്മൾ ആണുങ്ങളാണ്. പക്ഷെ ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, സത്യസന്ധയുടെ കൂട്ടത്തില് നിൽക്കണം. അത് ഓക്കെ, ഞാൻ പറയുന്നത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു പ്രായമുള്ള ഒരു ഉമ്മയാണെന്നുണ്ടെങ്കിൽ പ്രായമുള്ള ഒരു ഉമ്മ ആ ഉമ്മനെ കുറച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണ്ടേ? ശരിയാണ്, നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി നമ്മൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യണം. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്റെ ലെവല് തെറ്റുന്നുണ്ടോ എന്നുള്ള ഒരു ബാർ ലെവല് ആരുണ്ടാക്കണം? നമ്മുടെ ഭർത്താക്കന്മാർ ഭാര്യയ്ക്കും കൊടുക്കണം അല്ലെ? എല്ലാം കവിഞ്ഞ് അതിന്റെ അങ്ങേയറ്റമായിട്ട് പതറിപ്പോകുന്ന ഭാര്യമാരെ സപ്പോർട്ട് ചെയ്യാതെ ഭർത്താക്കന്മാർ നിൽക്കരുത്. എല്ലാ ഉമ്മമാരും നല്ല രീതിയിലും എല്ലാ മരുമക്കളും ഈ ഉമ്മയെ സ്വന്തം ഉമ്മയുമായി കാണാനും സഹോദരങ്ങളെ സ്വന്തം സഹോദരങ്ങളായി കാണാനും എല്ലാം പഠിക്കട്ടെ അല്ലേക്ക? എന്നാലാണ് ആ ഒരു കുടുംബം സ്വർഗമാവുകയുള്ളൂ. കാരണം ചിലപ്പോൾ ജ്യേഷ്ഠനോ അനിയനോ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ ഇവിടെ വരുന്ന പ്രശ്നക്കാര് ഒരു പക്ഷേ ജ്യേഷ്ഠന്റെ അനിയന്റെയും ഭാര്യമാര് തമ്മിലായിരിക്കും. ഈ ഒരു കുടുംബം ഒക്കെ ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു വ്യക്തി ഉമ്മ തന്നെയാണ് മാതൃകയാവേണ്ടത് അല്ലേക്ക? എപ്പോഴും നല്ലൊരു മാതാവാൻ ഞങ്ങൾക്കും കഴിയട്ടെ. കാരണം പലപ്പോഴും ഭാര്യമാരെ പറ്റി ഭർത്താക്കന്മാര് ഇങ്ങനെ എഴുതിയിടുന്ന ഒരു സമയത്ത് ഉമ്മമാരെ കണ്ട് പഠിക്കുക എന്ന് എഴുതിയിടുമ്പോ ഈ ഭാര്യമാരും ആവുന്നത് ഒരു ഉമ്മയാണ്. അത് മറന്നു പോകുന്നുണ്ട് നിങ്ങളെ ഭർത്താക്കന്മാര്. ഈ മാതൃകയായി മാറണമെങ്കിൽ അവരുടെ ലൈഫിൽ അവർക്ക് കിട്ടുന്ന ചില അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങൾ നന്നാക്കി കൊടുക്കാൻ ഭർത്താവിന്റെ കുടുംബത്തിനും കഴിയണം. വന്നു കയറിയ പെണ്ണിന്റെ സ്വഭാവം നന്നാക്കാൻ അവളുടെ ഉമ്മക്കും കഴിയണം. എന്നുവെച്ചാൽ അവള് പഠിച്ചതേ അവള് പാടൂ. അതെ,
അല്ലേ? അപ്പൊ ഏതായാലും വീട്ടിലിഞ്ഞ് തിരിച്ചു പോയി നമ്മുടെ ഭർത്തൃ വീട്ടിൽ നിന്ന് കുടുംബ വീട്ടിലേക്ക് പോകുന്ന സമയത്ത്, നമ്മുടെ വീട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവിടെ തിരുത്തി കൊടുക്കാൻ അവൾ കയറി ചെല്ലുന്ന അവളെ സ്വന്തം പെറ്റ് തള്ളൊക്കെ ആയിട്ടില്ലെങ്കിൽ കഴിയില്ലേക്ക, അവളാണ് തിരുത്തി കൊടുക്കുന്നത്. ഇത് ആ പിന്നെ വന്നു കയറുന്ന പെണ്ണിന്റെ ഉമ്മയോട് ചിന്തിച്ചാൽ മതി. അതായത് അവിടെ ഇതുപോലെ സംഭവിക്കാൻ, അതേ ഞാൻ പറഞ്ഞു, രണ്ട് ഓപ്പോസിറ്റ്. എന്റെ മകൾക്കും ഇതുപോലെ സംഭവിക്കുമല്ലോ എന്നുള്ള അപ്പുറത്ത് ചിന്തിച്ചാൽ മതി, അല്ലെങ്കിൽ എന്റെ മകനും ഇതുപോലെ സംഭവിക്കുമല്ലോ എന്ന് ചിന്തിച്ചാൽ മതി. മകളുടെ ഭർത്താക്കന്മാരും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നോക്കി എന്റെ മരുമകൻ എന്റെ മകളെ എന്ത് നല്ല രീതിയിലാണ് നോക്കുന്നത് എന്ന് എന്താ പറയാ അഹങ്കാരത്തോട് പറയുന്ന ഉമ്മമാരെ കണ്ടിട്ടുണ്ട്. എന്നാൽ നേരെ മറിച്ച് സ്വന്തം മകൻ സ്വന്തം മരുമകൾക്ക് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങള് അവൻ എന്ത് പെൺകോന്തൻ, അവൻ എന്തും ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ചിന്താഗതി ഏറെക്കുറെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാലും ആ കുടുംബം നല്ല കുടുംബാവിലേക്ക്. ഏതായാലും ഇവിടെയൊക്കെ പെട്ടുപോകുന്നത് നമ്മുടെ ഭർത്താക്കന്മാർ തന്നെയാണ്. സമ്മതിക്കണം. ഭർത്താക്കന്മാർക്ക് ഒരു താങ്ങായി തണലായി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നിൽക്കുന്ന ഒരു ഭാര്യ തന്നെ ആവട്ടെ എല്ലാ പെണ്ണുങ്ങളും. അപ്പൊ നിങ്ങളിൽ നിന്ന് ആ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം ആണുങ്ങൾക്ക്. കാരണം നിങ്ങൾ രണ്ടുപേരെയും പിന്നെ മറ്റേ ത്രാസിൽ വെച്ച മാതിരിയായിരുന്നു. 90% ഉറപ്പ് തരാൻ പറ്റും, 10% നിങ്ങളുടെ വീട്ടുകാരുടെ കയ്യിലുള്ളതായിരിക്കും. അതൊക്കെയാണ്, ശരിയാണ്.